ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ്. നമ്മുടെ കൂലി സിനിമയുടെ റിയാക്ഷനാണ്. കൂലി സിനിമയുടെ മോണിക്ക സോങ് ഒരു 5 days ബിഫോർ റിലീസായി. എനിക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് റിയാക്ഷൻ ചെയ്യുന്നു. ഞാൻ ഒരേ ഒരു പ്രാവശ്യം ആ സോങ് കണ്ടിട്ടുള്ളൂ. നമ്മുടെ പൂജ ഹെഗ്ഡെ 5 കോടിക്ക് ആ സിനിമയിൽ വന്ന് അഭിനയിച്ചെന്നാണ് കേട്ടത്. പക്ഷേ ഒരു ആക്ടർ സബിൻ ഷഹീർ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നിന്നൊരു ആക്ടർ ഉണ്ട്. അദ്ദേഹം പോയിട്ട് 5 കോടിക്ക് ഉള്ള അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പൂജ ഹെഗ്ഡെയെ കടത്തി വെട്ടിക്കൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് പൂജ ഹെഗ്ഡെ അങ്ങ് താഴെ ഇട്ടെന്നൊക്കെ പറഞ്ഞൊരു റീൽസ് ഒക്കെ വന്നിരുന്നു. ആ റീൽസ് ഒക്കെ കണ്ടാണ് ഞാൻ ഈ പാട്ടൊന്ന് കണ്ടത്. സത്യം പറയല്ലോ, ഐ ലൈക്ക് ദിസ് സോങ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സോങ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരൊറ്റ പ്രാവശ്യം കേട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ പാട്ട് വന്നത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് പൂജ ഹെഗ്ഡെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ സബിൻ ഷഹീർ എന്ന് പറയുന്ന ഡാൻസറിനെയും ഒരുപാട് ഇഷ്ടമായി. ഈ സിനിമ ഓഗസ്റ്റ് 14 അടുത്ത മാസം റിലീസ്. ഇതിന്റെ ഡയറക്ടർ ലോകേഷ് കനകരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 കറക്റ്റ് റിലീസ് വരും. അതിനു മുമ്പ് 2 ഇതിന്റെ ട്രെയിലർ വരുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷനിലുള്ള ഒരു സിനിമയാണ്. എൻ്റെ എക്സ്പെക്ടേഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് കൂലി, രജനീകാന്തിന്റെ സിനിമ. നമുക്ക് രജനീകാന്തിന്റെ ആക്ഷനും രജനീകാന്തിന്റെ ആ കണ്ണാടി വെക്കുന്ന ആ ഒരു സ്റ്റൈൽ, പിന്നെ സിഗരറ്റ് ഉണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സീനൊക്കെ കാണുമ്പോൾ ആളെ ഈ രോമാഞ്ചം എന്നൊക്കെ പറയുന്ന സംഭവം രജനീകാന്ത് സിനിമയ്ക്ക് വരും. ഉദാഹരണത്തിന് ജയിലർ സിനിമ അതിനൊരു ഉദാഹരണമാണ്. അപ്പോ അതുപോലൊരു മാസ്മരിക സിനിമ അല്ലെങ്കിൽ മാസ് പടം, മസാല പടം അത് കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ രജനീകാന്തിന്റെ സിനിമ തന്നെ കാണണം. അതേ കാണാൻ പറ്റും. അത് കണ്ടാലേ ഒരു മാസ് അല്ലെങ്കിൽ ഒരു രോമാഞ്ചം കിട്ടും. അതുകൊണ്ട് ലോകേഷ് കനകരാജിന്റെ ഈ പടത്തിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് കാരണമുണ്ട്. കഴിഞ്ഞ പടം ലിയോ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ 2 times ഈ ലിയോ സിനിമ കണ്ടു. 2 times. ആദ്യമായി 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമയും ലിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 2 പ്രാവശ്യം പോയി കാണാനുള്ള ചാൻസ് കിട്ടിയാൽ ഈ സിനിമ അല്ലെങ്കിൽ കൂലി 2 പ്രാവശ്യം പോയി കാണും. കണ്ടിട്ട് ഞാൻ 2 പ്രാവശ്യവും നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ 2 പ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമയുടെ പാട്ട് നമുക്കൊന്ന് കാണാം, അല്ലെങ്കിൽ സോങ് നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്യാം. കടക്കാം നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക്. കടന്നാലോ? ഓക്കെ. മോണിക.
വാ, സൂപ്പർ സോങ്, സൂപ്പർ സോങ്. സെക്കൻഡ് ടൈം കേട്ടപ്പോ കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം സിനിമ ആഗസ്റ്റ് 14 വരെയാണെന്നാണ് അറിഞ്ഞത്. സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം അങ്ങനത്തെ ബെസ്റ്റ് കാരണം ഞാൻ പറഞ്ഞല്ലോ, രജനീകാന്ത്, അതുപോലെ തന്നെ ലോകേഷ് കനകരാജ് ഇതിലെ പിന്നെ നാഗാർജുന എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ട്. അതൊന്നുമല്ല, എനിക്ക് ഇപ്പോ ഈ പാട്ട് കണ്ടപ്പോ ഈ പാട്ടിന് വേണ്ടി ഞാൻ ഈ സിനിമ കാണണമെന്ന് തോന്നുന്നു. ഈ പാട്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് ഈ പാട്ട് കാണാൻ വേണ്ടി ഞാൻ ഈ സിനിമയ്ക്ക് പോകും. കാരണം പൂജ ഹെഗ്ഡെ ആണ് ഇതിലെ ഡാൻസ് കളിച്ചിരിക്കുന്നത്. പിന്നെ സോബിൻ ഷാഹിറിന്റെ ഡാൻസ് കാണണം. അതുപോലെ എനിക്ക് കുറച്ച് നിറയെ ആക്ടേഴ്സ് ഇതിലുണ്ട്. ആക്ടേഴ്സ് ഇതില് എക്സ്ട്രാ ആക്ടേഴ്സിൽ നിറയെ ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ആ, നാഗാർജുന, അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്ന് അമീർ ഖാൻ, പിന്നെ ഇതിലെ സിംഗർ അങ്ങേര് വന്നിട്ട് ഇതിൽ പാട്ട് ഇഷ്ടംപോലെ മ്യൂസിക് ഇതിൽ ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അനിരുദ്ധ് രവിചന്ദ്രൻ. ഗുഡ്. ഞാനൊരു വളരെ അധികം വെയിറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന, ഈ സിനിമ കണ്ടില്ല എങ്കിൽ എന്തോ നഷ്ടം സംഭവിക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ കൂലിയാണ്. അപ്പോൾ കൂലി കാണാൻ വേണ്ടി ആഗസ്റ്റ് 14 പോകും. റിവ്യൂ വരും. രണ്ടാം പ്രാവശ്യം കാണുകയാണെങ്കിൽ ആ റിവ്യൂ ഞാൻ ഇടും. അപ്പോൾ എൻ്റെ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുക.